പ്രാർത്ഥിക്കാം. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം എല്ലാവർക്കും ശാന്തരായിരിക്കാം. ശാന്തരായിട്ടിരുന്ന വേഗം പരിപാടി തീരും. അധികം പ്രസംഗമൊന്നുമില്ല. ശ്രദ്ധിച്ചേ, നമ്മുടെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. എല്ലാ കുട്ടികളും അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. നമ്മുടെ ടോണി സാർ ഒരു കാര്യം പറഞ്ഞു. ഇനി വർത്തമാനം പറഞ്ഞാൽ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഒരു പാട്ട് പാടിക്കും. ഇവിടെ സ്റ്റേജിൽ എത്തി പാട്ട് പാടിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അക്ഷരങ്ങൾ അവിടെ ഇരുന്നോളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. ഇനി ആ പരിപാടികൾ കൃത്യമായിട്ട് നടത്തിക്കോ. ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മയുടെ ക്ലാസ് ടീച്ചേഴ്സുകൾ, എല്ലാ ക്ലാസ്സിലെയും ടീച്ചേഴ്സും ഒക്കെ ഓഫീസിലേക്ക് എത്തുക. ഓരോരുത്തരും ഒന്നാണ്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ മാത്രം ഒന്നാണ്. അത് വരുമ്പോൾ ഡേ ഓഫ് ലീവിന്റെ പേപ്പർ കൊണ്ടുവരണം. കുട്ടികളുടെ ലിസ്റ്റ് അവിടെ കൂടെ ഏൽപ്പിക്കുകയും ചെയ്യണം. ഒരു അധ്യാപകർ വന്നാൽ മതി. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകർ. ഇവിടെ തുടർന്ന് നടക്കുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. നിങ്ങൾക്ക് വേദിയിൽ നിന്ന് പ്രതിജ്ഞ വാചകം ചൊല്ലിത്തരും. നിങ്ങളത് ഏറ്റു ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. അതിന് ബന്ധപ്പെട്ട അധ്യാപകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ പ്രതിജ്ഞയോടൊപ്പം സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി ക്ലാസ്സിലെ അധ്യാപകര്, ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാൾ നമ്മുടെ കടന്നുവരുന്ന റോണി സാർ അറിയിച്ചു. എത്രയും പെട്ടെന്ന് അധ്യാപകരെ എത്തിച്ചേരുക. അതിനോടൊപ്പം തന്നെ ചേർന്നതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലും. ഇതിന്റെ ഉദ്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങളുടെ ചേട്ടന്മാരോ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നതായി നിങ്ങൾ സ്കൂളിലോ നിങ്ങളുടെ ഏതെങ്കിലും തലങ്ങളിലോ സംസാരമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിവുകൾ ലഭിച്ചാൽ പ്രിയമക്കളെ നിങ്ങളത് നിങ്ങളുടെ പേരൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകരോട്, നിങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ആ കാര്യങ്ങളെല്ലാം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചേച്ചിമാരും അവരൊന്നും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. എല്ലാവരും ശ്രദ്ധയോടെ കാര്യങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി അധ്യാപകര് വേദിയിലേക്ക് കടന്നു വരണം. ലാൻഡ് സൈഡിൽ ബാനർ വലിച്ചു പിടിക്കുന്നു. നിങ്ങളുടെ വലത് കൈകൾ നിവർത്തി പഠിക്കണം കേട്ടോ. താത്തി പിടിക്കുവാണ് കുറച്ച് ചേരുന്നുണ്ട്. ഞാൻ ബാനറിനോട് ചേർന്നു. ഇനി നിങ്ങൾ സംസാരിക്കില്ലേ പ്ലീസ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാനവരാശിയെ ഒന്നടങ്കം തകർക്കുന്ന ഒരു സാമൂഹിക വിപത്താണെന്നും ഞാൻ തിരിച്ചറിയുന്നു. മദ്യം, മയക്കുമെന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ
ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ജീവിതമാണ് ലഹരി എന്നും തിരിച്ചറിഞ്ഞ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവാണ് എന്റെ ലഹരി. ആത്മീയ ലഹരി, ആനന്ദ ലഹരി. ആനന്ദ ലഹരി, ആത്മീയ ലഹരി. ജയ് ജീസസ് ക്രൈസ്റ്റ്. ജയ് ജീസസ് ക്രൈസ്റ്റ്. ശ്രദ്ധിക്കുക, നമ്മുടെ 2025 KSBSന്റെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. വളരെ ആകർഷകമായി നടത്തപ്പെട്ട 2025 JSBSന്റെ സമാപന സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ആശംസിക്കുന്നതിനായി പുതുപ്പള്ളി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശ്രീ റോണി TV സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ UPSന്റെ അവസാന ദിനത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ 6 ദിവസം UPS വന്നു ചേർന്ന് വളരെ മനോഹരമായി ഇവിടെ വന്നു ചേർന്ന അധ്യാപകരും അതുപോലെ കുഞ്ഞുമക്കളെ എല്ലാവരെയും അതിന്റെ നന്ദിയോട് തന്നെ ഓർക്കുകയാണ്. നമ്മുടെ ഈ UPS സമാപന സമ്മേളനത്തിൽ ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അധ്യക്ഷനായ നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട EOS ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ സൂപ്രണ്ട് ഫാദർ ലിജോ വർഗീസ് അച്ഛൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ UPS സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ബാബുനോട് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പള്ളിയിൽ ക്രിസ്ത്യന്മാരായ പ്രിയപ്പെട്ട വർഗീസേട്ടൻ, എന്തോസേട്ടൻ രണ്ടുപേരെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെന്റ് മേരീസിന്റെ സ്കൂളിന്റെ മാനേജറായ ജോർജ് ജോസഫേൽ വന്നിട്ടുണ്ട്. സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൺഡേ സ്കൂൾ ബോർഡ് കൺവീനർ പൗലോസേട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മദീപം എഡിറ്റർ MP സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇന്ന് BPSക്ക് സന്ദേശം നൽകാൻ വേണ്ടി നിൽക്കുന്ന MJCയുടെ സെക്രട്ടറി NA ജോസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റിൽ ഒരു ആവശ്യമായിട്ട് പുറത്തേക്ക് പോയി ഇപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ യോഗൻ സാർ, JSBS ഡയറക്ടറായ വർഗീസ് സാർ, സെക്രട്ടറി അമൽ വർഗീസ്, മറ്റു ഡിസ്ട്രിക്ട് ഭാരവാഹികൾ, അതിൽ BPSന്റെ കമ്മിറ്റി അംഗങ്ങൾ, BPSന്റെ അധ്യാപകർ, സപ്പോർട്ടിംഗ് അംഗങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ തത്വത്തിൽ നിന്നും കേൾക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ നടത്തിയ മത്സരങ്ങളിലെ സമ്മാനങ്ങളാണ് ആദ്യം തന്നെ നൽകാൻ പോകുന്നത്. അതായത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഒന്നും ആ സമ്മാനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിലും ഓരോ മത്സരങ്ങൾ നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഡേ ഓഫ് ഗിവിംഗിന് ഏറ്റവും കൂടുതൽ രൂപ ക്യാഷ് അടച്ച ക്ലാസ് റൂമുള്ള സമ്മാനങ്ങളുണ്ട്, ബെസ്റ്റ് ക്ലാസ് റൂമുള്ള സമ്മാനങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്ക്
ഇവിടുത്തെ കുട്ടികളെയും അധ്യാപകരെയും ഒരു ലഘു രേഖകൾ, ചിത്രങ്ങൾ ഉൾപ്പെടെ, ലഘു കഥകൾ ഉൾപ്പെടെ ഒരു കയ്യെഴുത്ത് മാസിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രകാശനം ആദ്യമേ തന്നെ നടത്തുകയാണ്. ആ കയ്യെഴുത്ത് മാസിക നമ്മുടെ MJSC ഭാരവാഹികൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയെയും മറ്റു അച്ഛന്മാരെയും ക്ഷണിക്കുകയാണ്. BPS വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും പടങ്ങളും അതുപോലെ തന്നെ അവരുടെ ചെറിയ കഥകളും അവരുടെ അനുഭവങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കയ്യെഴുത്ത് മാസികയാണത്. ഇത്രയും ബഹുമാനപ്പെട്ട വികാരിച്ച് അത് പ്രകാശനം ചെയ്യും. നമ്മുടെ ഈ കയ്യെഴുത്ത് മാസികയുടെ കോപ്പി മേടിക്കാൻ വേണ്ടി നമ്മുടെ BPS ഡയറക്ടറെ ക്ഷണിക്കുകയാണ്. അച്ഛൻ്റെ നിന്നും മാസിക പിടിക്കാം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ഇടവക വികാരി വന്യജീവി വർഗീസ് കോറ്റാലി കോർപ്പസ് കോപ്പയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ സഹോദര വൈദികന്മാർ, പള്ളിയിലെ ട്രസ്റ്റിമാർ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മാനേജർ, MJSSയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ പെരുമ്പാവൂർ മേഖലയുടെ MJSSയുടെ ഭാരവാഹി, അതുപോലെ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ സ്കൂൾ പള്ളിയുടെ സെൻട്രൽ സ്കൂളിൻ്റെ ബോർഡിൻ്റെ പള്ളികൾ, അതുപോലെ തന്നെ വിവിധ ആധുനിക ഡയറക്ടർ, അതുപോലെ തന്നെ വിവിധ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം ചുരുക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർമാർ, ബഹുമാനപ്പെട്ട അധ്യാപകർ, ക്ലാസ്സിലെ മക്കളെ എത്രയും വേഗം ഈ പ്രസംഗം കിട്ടിക്കൊള്ളാം. ഞാൻ കഴിഞ്ഞ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ, നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ വളരെ ചുരുക്കമായിട്ട് അച്ഛൻ പറയുള്ളൂ. നിങ്ങൾ സംസാരിച്ചാൽ കൂടുതൽ സമയം എടുക്കുന്നു. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ BPS കുക്കുമ്പടി ഡിസ്ട്രിക്റ്റിൻ്റെ BPS വളരെ അലങ്കരപ്രദമായി നമ്മുടെ മാതാവിൻ്റെ നാമത്തിലുള്ള സ്കൂളിൽ വെച്ച് നടത്തുവാനായിട്ട് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ, മറ്റേ MJSSയുടെ ഭാരവാഹികൾ, അതുപോലെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരും അത്യുത്സാഹത്തോടു കൂടി ഈ ഇത്രയും ദിവസങ്ങളിൽ തിങ്കളാഴ്ച ആരംഭിച്ചതാണ്, ഇന്ന് വരെയും അത് സംബന്ധിച്ചു. അതിന് ഇടവയുടെ പേരിൽ ഞങ്ങളോട് നന്ദിയും കടപ്പാടും ഉണ്ട്.
ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ അതായത് മക്കളെ ഇവിടെ ഇരിയാണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്തായിരിക്കണം. അപ്പോ ഞാൻ പറഞ്ഞ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഈ VBS നിന്ന് നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക, സ്കൂളിൽ പോയി അത് മാതൃകയാക്കുക, മറ്റു കുട്ടികൾക്ക് മാതൃകയുള്ള വിദ്യാർത്ഥികളായി തീരുക, അതായത് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും എല്ലാവർക്കും പ്രയോജനമുള്ളവരായി തീരുവാൻ ഈ VBS കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ് നമ്മുടെ കുറുപ്പുംപടി ഡിസ്ട്രിക്റ്റിലെ ഈ വർഷത്തെ VBS ഒരു മാതൃക VBS ആയി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് തുടർന്ന് പോകാൻ സാധിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും മാതാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. VBS സന്ദേശം നൽകുന്നതിനായി നമ്മുടെ സഹവികാരി ആദരണീയനായ റവറൻഡ് ഫാദർ ബാബു ജോൺ പാലക്കൽ അച്ഛനെ ക്ഷണിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് വികാരിച്ച് എന്തെങ്കിലും പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമാണോ? ഹാപ്പി VBS. എല്ലാവരും വിളിക്കുന്നതാണ്. എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. VBS സന്ദേശം നൽകുന്നതിനായി MJSSA സെക്രട്ടറിയും MJSSA JSVBS ഡയറക്ടറുമായ ശ്രീ NA ജോസ് സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. മലങ്കര ജാക്കബ് സിറിയൻ സെൻട്രൽ സ്കൂൾ അസോസിയേഷന്റെ കുറുപ്പുംപടി ഡിസ്ട്രിക്റ്റിന്റെ JSVBS ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാന്യനായ വന്യ ഗവറീസ് കോർപ്പിസ്കോപ്പച്ചൻ, സ്റ്റേജിൽ പുരുഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബുച്ചൻ, വേസിലച്ചൻ, പള്ളിയുടെ ട്രസ്റ്റുകാരൻ, ബഹുമാനപ്പെട്ട ട്രസ്റ്റുകാര്, സ്കൂളിന്റെ മാനേജർ, MJSയുടെ പെരുമ്പാവൂർ മേഖലയുടെ ഡയറക്ടറായിരിക്കുന്ന ജോബി സാറ്, കുറുപ്പുംപടി ഡിസ്ട്രിക്റ്റിന്റെ ഇൻസ്പെക്ടർ ശ്രീ യോഹനാൻ സാറ്, ഈ VBSന്റെ ക്യാമ്പിന്റെ ഡയറക്ടറായിരിക്കുന്ന PP പൗലു സാറ്, മറ്റ് MJSയുടെ ആത്മദീപത്തിന്റെ എഡിറ്ററായിരിക്കുന്ന, അതുപോലെ തന്നെ VBSന്റെ മാച്ചിന്റെ വലയത്തിൽ നിങ്ങളെല്ലാം ആരാധിക്കുന്ന LP സാറ്, ഏറ്റവും സ്നേഹമുള്ള സൺഡേ സ്കൂളിന്റെ വിവിധ സൺഡേ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ, അധ്യാപക ശ്രേഷ്ഠരെ, അധ്യാപികമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിത്യം ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറോടും കൂടെ ഇവിടെ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളോട് നേരിട്ട് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ ഭംഗിയായ രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ, വളരെ പ്രൗഢഗംഭീരമായ രീതിയിലാണ് ഈ JSVBS ക്യാമ്പ് ഈ കുറുപ്പുംപടി ഡിസ്ട്രിക്റ്റിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ സംഘാടകർ വളരെയേറെ ഭാരപ്പെട്ട് ഇത്ര ഭംഗിയായി നടത്തുന്നതിൽ പ്രത്യേകമായിട്ട് ഡിസ്ട്രിക്റ്റിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു.
എല്ലാ വർഷങ്ങളിലും ഡിസ്ട്രിക്റ്റിന്റെ ഒരുമിച്ചിട്ടുള്ള ഈ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ടെന്ന് എനിക്ക് വളരെ കേട്ടുപരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടുപരിചയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഇവിടെ വന്ന് സംബന്ധിച്ചപ്പോൾ അത് മനസ്സിലായി. ഒരു ക്യാമ്പുകളിൽ പോയില്ലെങ്കിലും പല BBS ക്യാമ്പുകളിൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ പുറപ്പടി ഡിസ്ട്രിക്റ്റിന്റെ BBS ക്യാമ്പിൽ ആദ്യമായാണ് പങ്കെടുക്കാറുണ്ട്. ഇവിടെ വന്നില്ലെങ്കിൽ അതെനിക്കൊരു വലിയൊരു നഷ്ടമായി പോകുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്ര നല്ല ക്യാമ്പാണ് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വന്നു ചേർന്നിട്ടുള്ള 560 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 560 കുട്ടികളും ഒന്നിനൊന്ന് മെച്ചമുള്ള നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മുടെ BBSന്റെ ചിന്താവിഷയം പോലെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്നുള്ള ആ ആപ്തവാക്യത്തിൽ ചിന്താവിഷയത്തിന്റെ അടിസ്ഥാനത്തില് നിങ്ങളെല്ലാവരും സന്തോഷത്തിന്റെ തിമിർപ്പില് ഞാൻ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തില് ഈ BBSന്റെ ക്യാമ്പ് ഏറ്റവും മനോഹരമായി 2025 BBSന്റെ ക്യാമ്പ് നിങ്ങളുടെ മനസ്സില് മുദ്രയിട്ട് സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്നുള്ള ആ ചിന്താവിഷയം എന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ മുന്നമേ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അല്പസമയക്കുറവുണ്ടെങ്കിൽ പോലും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ചെറിയ പ്രവാചകഗണത്തിൽപ്പെടുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്ന ഈ വാക്യം നമുക്കറിയാം. ഏത് കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഭാരങ്ങളിലുമെല്ലാം എന്തെല്ലാം കഷ്ടങ്ങളുണ്ടോ നഷ്ടങ്ങളുണ്ടോ ഭാരങ്ങളുണ്ടോ അവിടെയെല്ലാം എല്ലാം തരുന്നത് നമുക്ക് കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം, കർത്താവായ ദൈവത്തിൽ ഉല്ലസിച്ച് ആനന്ദിക്കണം എന്നാണ് തുടർന്നുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ 103 അധ്യാപകരും 510 കുട്ടികളും പങ്കെടുത്ത ഈ വലിയൊരു ക്യാമ്പില് നിങ്ങൾ നൽകേണ്ട, നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കേണ്ട സന്ദേശം ഇത് തന്നെയായിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്നും എനിക്ക് പറയാനുള്ളത്, BBSന്റെ ക്യാമ്പിൽ നിന്നും ഞാൻ കേട്ടു, ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകരും നിങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ കൈവശം കൊണ്ടുവന്നിട്ടുള്ള ഡേ ഓഫ് ഗിവിംഗിന്റെ പണം കൃത്യമായിട്ട് കൗണ്ടറിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ ഏൽപ്പിക്കണം എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയേണ്ടതായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ BBS ഫണ്ട് കളക്ട് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ആണ് കുറുപ്പുംപടി, MJSSI കുറുപ്പുംപടി ഡിസ്ട്രിക്റ്റ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള സ്പെഷ്യലായിട്ടുള്ള പാരിതോഷികവും MJS നൽകാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അല്പം വൈകിയതിന്റെ കാരണം കൂടി അത് തന്നെയാണ്. ഇതിൽ നിന്ന് നൽകുന്ന ജീവകാരുണ്യ തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രമായിട്ടാണ് നമ്മൾ ചെലവഴിക്കപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ? നിങ്ങൾ അതിലിടുന്ന ഓരോ രൂപകളും അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രമായി ചെലവഴിക്കുന്നെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പെടുക. ഈ വർഷം നമ്മുടെ 8 കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കൊടുത്തു. പഠിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ 10ാം ക്ലാസ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് 8 കുട്ടികൾക്ക് നമുക്ക് 10 ആപ്ലിക്കേഷൻ കിട്ടി. അതിൽ 8 കുട്ടികൾക്ക് നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം രോഗികളായിട്ടുള്ളവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ധനസഹായം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീടുകളില്ലാത്ത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പണമെല്ലാം കണ്ടെത്തുന്നത് ഈ JSBBSന്റെ ക്യാമ്പുകളിൽ നിന്നും നമ്മൾ സംഘടിപ്പിക്കുന്ന ഡേ ഓഫ് ഗിവിംഗിന്റെ പണം മാത്രമാണെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കൊടുക്കാൻ നിങ്ങളുടെ കൈവശം ഡേ ഓഫ് ഗിവിംഗിൽ ബാക്കി പണമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട നിങ്ങളെ ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർമാരെ ഏൽപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ വൈകിയതിന്റെ കാരണം ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു ചികിത്സ സഹായം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ഡയറക്ടറും ഇൻസ്പെക്ടറും മറ്റു ബന്ധപ്പെട്ടവരും പോയി ഞങ്ങൾ തിരിച്ചു വന്നതാണ് വൈകുന്നേരം.
നഷ്ടമായി പോകുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. നീലിനും ഇത്തരത്തിലുള്ള നല്ല BBSകൾ സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന് വേണ്ടിയിട്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തനങ്ങളിലൂടെ നടത്തപ്പെട്ട JSBBS അവലോകനം നടത്തുന്നതിനായി ശ്രീ PB വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ JSBBSന്റെ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നടത്തുന്നത്. നമ്മുടെ JSBBSന് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ 10 സൺഡേ സ്കൂളുകൾ, പെരുമ്പാവൂർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട 2 സൺഡേ സ്കൂളും ഉൾപ്പെടെ 12 സൺഡേ സ്കൂളിലുള്ള കുട്ടികൾ, അതായത് 560 മുകളിൽ കുട്ടികൾ 26 ഡിവിഷനുകളിലായിട്ട് 103 അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഈ 6 ദിവസം നമ്മൾ കൊണ്ടാടുകയാണ്. ഈ 6 ദിവസവും കുട്ടികൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും പാഠഭാഗങ്ങളും 103 അധ്യാപകരിൽ നിന്ന് ലഭിക്കാനായിട്ട് സാധിച്ചു. കുട്ടികളെല്ലാം അതിന് സംതൃപ്തരാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ MJSS സെക്രട്ടറിയോടുകൂടി ഇന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ ഇൻസ്പെക്ടറും കൂടി പോവുകയും ആ കുട്ടികളിൽ നിന്ന് വേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അവർക്ക് ഇനിയും BBS കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ സന്തോഷമുണ്ടോ എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇത് ഇത്രമാത്രം വിജയപ്രദമാക്കി മാറ്റുവാനായിട്ട് സാധിച്ചത് എല്ലാവരുടെയും ഒരുമിച്ചുള്ളതായ പ്രവർത്തനമാണ്. ഫുഡ് കമ്മിറ്റി ആയാലും അതുപോലെ തന്നെ പള്ളിയിൽ നിന്നുള്ളതായ സഹായമായാലും ഇവിടെ ഗീതങ്ങൾ പഠിപ്പിക്കുകയും ആ ഗീതങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ആക്ഷൻ സോങ് നടത്തുകയൊക്കെ ചെയ്യാൻ സാധിച്ചു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാനുള്ള സമയമില്ല. അതുപോലെ സെക്രട്ടറിയും മറ്റുള്ളതായ എല്ലാ അധ്യാപകരും ഒരുമിച്ച് നിന്ന് ഈ JSBBSനെ ഇത്രമാത്രം സന്തോഷമുള്ളതാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. സമയത്തിൻ്റെ കുറവുകൊണ്ട് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങളിലേക്ക് നടത്തുന്നതില്ല. ഇതിനെ വിലയിരുത്തേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്, നിങ്ങളുടെ രക്ഷാകർത്താക്കളാണ്, ഇവിടെയുള്ളതായ മറ്റുള്ള ആളുകളാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ചതായ എല്ലാ അനുഗ്രഹവും കൊണ്ടാണ് ഈ BBS ഇത്രമാത്രം സന്തോഷകരമായിട്ട് ഈ വേനൽ സമയത്തും ഈ ചെറിയ സ്കൂളിൽ വെച്ച് ഇത്രമാത്രം സന്തോഷത്തോടുകൂടി നടത്താനായിട്ട് സാധിച്ചത്. അതിന് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്ന ദൈവമാതാവിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ചില ആശംസകൾ കേൾക്കാം. ആദ്യമായി കുമ്പടി ഡിസ്ട്രിക്റ്റിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി വരുന്ന പെരിങ്ങോം സോൺ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോബി മാത്യു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഇന്ന് നമ്മുടെ BBSന്റെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള
MJS സെക്രട്ടറി ജോസ് സാറ്, ഏറ്റവും പ്രിയപ്പെട്ട LP സാറ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ രോഹൻ സാർ ഉൾപ്പെടെയുള്ള അധ്യാപക സഹപ്രവർത്തകരായ അധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രക്ഷകർത്താക്കളെ, വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം വിഭവ മേഖലയിലെ 8 ഡിസ്ട്രിക്റ്റുകളിലായി ഇതുവരെ നടന്ന എല്ലാ VBS സെന്ററുകളിലും പോകാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ അധ്യാപകർ പങ്കെടുക്കുന്ന ഒരു VBS പുതുക്കുമടി VBS, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു VBS പുതുക്കുമടി VBS, ഏറ്റവും കൂടുതൽ ഡേ ഓഫ് ഗെയിം നൽകുന്ന ഒരു VBS അത് പുതുക്കുമടി ഡിസ്ട്രിക്റ്റിന്റെ VBS, എല്ലാം കൊണ്ട് ഒന്നാം തലത്തിൽ നിൽക്കുന്ന ഒരു VBS ആണ് പുതുക്കുമടി ഡിസ്ട്രിക്റ്റിന്റെ VBS. എന്നാൽ വലിയ സന്തോഷത്തോടെ മറ്റൊരു സവിശേഷത കൂടി പറയട്ടെ. VBSന് വേണ്ടി MJS തലത്തിലൊരു കരിക്കുലം തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് VBSന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ പഠനവും എല്ലാം നടന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതുക്കോട്ട ഡിസ്ട്രിക്റ്റിന്റെ VBS സെന്റർ എടുത്ത ഒരു വലിയ തീരുമാനമാണ്. ഇവിടെ നേരത്തെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു വെളുത്ത തുണി നിരത്തി വെച്ചിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഈ കൂടിയിരിക്കുന്ന ഓരോ മക്കളും ഇവിടെ നിങ്ങളെ നിയന്ത്രിച്ച ഒരു അധ്യാപകരും ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്നൊരു വലിയ പ്രതിജ്ഞ എടുത്താണ് ഇവിടെ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനം, നിങ്ങളെടുത്ത ഈ പ്രതിജ്ഞ ഈ സമൂഹത്തിനും സഭയ്ക്കും കൊള്ളാവുന്ന മക്കളായി നിങ്ങളെ മാറ്റുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എല്ലാ ശക്തിയും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങൾ കടന്നു ചെല്ലുന്ന ഏത് മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് കടന്നു ചെല്ലുന്ന ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങളെ തിരിച്ചറിയുവാൻ, ഈ സഭയുടെ മക്കളാണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ VBS ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്മയും മംഗളസംഘാതങ്ങളും ദൈവം മാത്രം മുൻപോട്ട് പറയട്ടെ. താങ്ക് യു സർ. കുഞ്ഞുമനുഷ്യരുടെ മാന്ത്രിക വലയിലാക്കി മനം കവരുന്ന മാന്ത്രിക വിദ്യയുമായി ഇതാ LP സാർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഹാപ്പി VBS അനൗൺസ് ചെയ്ത് കേട്ടായിരുന്നോ? കേട്ടില്ല അല്ലേ? എന്നെ ആശംസ പറയാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്, നിങ്ങളുടെ മുമ്പിൽ ഒരു മാജിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ചേർന്ന് MJS മഹാപ്രസ്ഥാനത്തിന്റെ മുഖ്യ സാരഥികൾ, കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ എപ്പോഴും ആവേശവും ഊർജ്ജവും തരുന്നതാണ് വിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ. ഒരു വലിയ അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും ഇങ്ങനെ സൺഡേ ക്ലാസ്സിലൊക്കെ പഠിച്ച് ആത്മീയമായിട്ട് ഉണർന്നു വരുന്നത്. എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് 4 കുട്ടികളുടെ സഹായം വേണം. സീനിയർ വിഭാഗത്തിന്റെ കുട്ടികളുടെ ആണ് വേണ്ടത്. സീനിയേഴ്സിൽ 2 ബോയ്സ് 2 ഗേൾസ്. സ്വമേധയാ എഴുന്നേറ്റ് കൈ നോക്കിയ 2 പേർക്ക് എഴുന്നേറ്റ് പോകും. ഗേൾസ് പറയാം ഏറ്റവും കുറയില്ല 2 പേര് കൈ നോക്കി. ധൈര്യ സമേതം നിങ്ങൾക്ക് കടന്നു വരാം. 2 പേര് ഗേൾസ് 2 ബോയ്സ്. ബോയ്സ് വന്നില്ലല്ലോ 2 പേര്. ആ കൈ പൊക്കിയത് ഫ്രണ്ടിന് കൈ പൊക്കിയ 2 പേരും പോരെ. ഒരാളോടെ പെട്ടെന്ന് പെട്ടെന്ന് രണ്ടുപേരെ കൈവക്കി. ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ, ഇവരെ 4 പേരെയും ഞാൻ സെലക്ട് ചെയ്തതാണ്. പേടിയുണ്ടോ നിങ്ങൾക്ക്? പേടിയില്ല. ഇതുവരെ ഭയപ്പെട്ടിട്ടില്ല. പേടിയുണ്ടോ? ഇല്ല. നിങ്ങളുടെ മനസ്സിൽ ഉളച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ഇല്ല വേണ്ട സാധനം
അവസാനം പറയുന്നത് സൈലന്റ് ആയിട്ട് വേണ്ട സാർ, പ്രശ്നമില്ല, ധൈര്യമായിട്ട് പറയാം. ഏറ്റവും അവസാനമായിട്ട് ഈ VBS തുടങ്ങിയതിന് ശേഷം 2 ദിവസം മുമ്പ് വീട്ടിൽ അമ്മയുമായിട്ട് ഒരു കശപിശമുണ്ടായി. ഞാൻ ആ വിഷയം പറഞ്ഞാൽ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും. മോൾ ആലോചിക്കണ്ട, ഉണ്ടായത് ഇവിടെയാണ്. എന്തിനായിരുന്നു ആ ഒരു ചെറിയ തർക്കം? ഉണ്ടായില്ല, അമ്മയായിട്ട് യാതൊരു തർക്കം ഉണ്ടായില്ല, അമ്മ അവിടെ ഇല്ല, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ട ഒരാൾ എന്റെ വലതുവശത്ത് ചുമന്ന ഷർട്ടിട്ടുണ്ട്. ശരിയല്ലേ? ശരിയല്ല. ശരിയല്ല എന്ന് പറഞ്ഞു. എന്താണ് ശരിയല്ലാത്തത്? അവര് ശരിയല്ല, ഇവിടെയാണ് അടിയുണ്ടായെന്ന് പറയുമ്പോൾ ശരിയാണെന്ന് പറയേണ്ടി വരും. അമ്മയായിട്ട് കശപശം ഉണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇയാള് കശപശയൊന്നും ഉണ്ടാക്കിയില്ല. ഓക്കെ, ആ ഒറ്റയ്ക്കാണ് വന്നത്. ഓക്കെ, എനിക്ക് വേണ്ടത് എന്റെ കയ്യിൽ ഒരു സെറ്റ് കാർഡുണ്ട്, ചീട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കിത് കയ്യിൽ വയ്ക്കാം, ഷഫിൾ ചെയ്യാം, അത് മിക്സ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നിങ്ങൾ 4 പേരും കൂടി ആലോചിച്ച് അതിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യാം. ഒരു കാർഡ് നിങ്ങൾക്ക് 4 പേർ കൂടി ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്ത കാർഡ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക, ബാക്കി കാർഡ് എന്റെ കയ്യിൽ തരിക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാർഡ് നിങ്ങൾക്ക് എല്ലാവരും 4 പേരും കൂടി ഇഷ്ടമുള്ളത് നോക്കി ചൂസ്. ഒരു കാർഡ്, അങ്ങനെ ടോട്ടൽ ഒരു കാർഡ് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത കാർഡിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ വേദിയിലിരിക്കുന്ന വൈദികരെയും പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെയും കാണിച്ചു കൊടുക്കാമോ? എന്നെ കാണിക്കേണ്ട, ഇവരെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവരത് കാണിച്ച് കൊടുത്തു കഴിയുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, കാണിച്ചു കൊടുത്തു എന്ന്. കാണിച്ചു കൊടുത്തു. ഓക്കെ, ആ കയ്യിലിരിക്കുന്ന കാർഡുമായിട്ട് ഇതിന്റെ സെന്ററിലൂടെ പോയി നിന്റെ സീനിയർ ആയിട്ടുള്ള ബാക്കിലിരിക്കുന്നവരെ ഒന്ന് കാണിച്ചു കൊടുക്കും. എന്നെ കാണിക്കരുത്. ആ സെന്ററിലൂടെ പോട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം പറയാത്ത, അമ്മയോ ഉപ്പയുമായിട്ടൊന്നും കശപിശം ഉണ്ടാകാത്ത ഒരു മിടുക്കനാണ് നിങ്ങളുടെ മുന്നിലൂടെ വരുന്നത്. അവന് നല്ലൊരു കയ്യടി കൊടുക്കാം. അവന്റെ കയ്യിലിരിക്കുന്ന കാർഡ് കുറച്ച് പേരൊക്കെ കാണിച്ചു കൊടുക്കും. ഓക്കെ, കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഗേൾസിനെ കാണിച്ചു കൊടുക്കും. മോനെ ഗേൾസിനെ കാണിച്ചു കൊടുക്കും. അവരവിടെ ഒന്നും വിളിക്കേണ്ടതില്ല. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മുഴുവൻ ഗേൾസാ. എനിക്ക് മനസ്സിലായില്ല. ആ പോരെ. ഇനി ആരും അദ്ദേഹത്തെ ശല്യം ചെയ്യരുത്, ഇനി സംസാരിക്കരുത് കേട്ടോ. നടുവിൽ വരുന്ന ആള് സംസാരിക്കരുത്. അവന് ഫ്രീ ആയിട്ട് വിട്ടേ. ഭയങ്കര ചാമ്പ്യനാണ്. ക്യാമറയുടെ 3 പില്ലറിന്റെ സെന്ററിലൂടെ കിടന്നു. ഓക്കെ, കയ്യിലിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് അതിന്റെ കളറ്, നമ്പർ അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എനിക്ക് നിങ്ങളിൽ 4 പേരിൽ ഒരാളെയാണ് മനസ്സിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരാളുടെ മനസ്സ് റീഡ് ചെയ്യുന്നതാണ്. ആ കാർഡ് ഏതാണെന്ന് ഞാൻ വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളിൽ 4 പേരിൽ ആര് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. യെസ്, ഇയാൾ തന്നെ. ആളുടെ മോന്റെ പേര് പറഞ്ഞു. കാർഡ് ഉണ്ടോ? കാർഡ് കമിഴ്ത്തി പിടിച്ചോ. യെസ്, കമിഴ്ത്തി പിടിച്ച് ഈ സെറ്റ് കാർഡിന്റെ മുകളിലേക്ക് വെക്കുക. ആ കാർഡ് കമിഴ്ത്തി വെക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും വേണ്ടത് മോന്റെ ഐ കോണ്ടാക്ട് ആണ്. എപ്പോഴും ഇച്ചിരി പുറകോട്ടിറങ്ങിയത്, പേടിയില്ലല്ലോ, ഭയപ്പാടില്ല, കൈവിട്ടോളൂ. കാർഡ് അവിടെ എന്റെ മുഖത്തേക്ക് തോന്നും. എനിക്ക് വേണ്ടത് നിന്റെ നോട്ടവും നിന്റെ മനസ്സും മാത്രമാണ്. ഓക്കെ, വലത് കൈ എടുക്കും. വലത് കൈ, ഇയാളുടെ വലത് കൈ, അതിന്റെ ചൂണ്ട് വിരലെടുക്കും. ചൂണ്ട് വിരൽ റൈറ്റ്. ഈ കാർഡിന്റെ മുകളിലൊന്ന് ടച്ച് ചെയ്യാമോ? ഓക്കെ, ഇനി എന്റെ നേരെ മാത്രം നോക്കണം. യെസ്, ഈ സെറ്റ് കാർഡ് മൊത്തം കൈ പിടിച്ച് ഞാൻ നിന്റെ മനസ്സിലുള്ള കാർഡ് വായിക്കുമ്പോൾ കള്ളം പറയല്ല. ശരിയാണെങ്കിൽ ശരിയാണെന്ന് ഉറക്കപ്പെടും, ഇല്ലെങ്കിൽ തെറ്റിപ്പോയിരുന്നു. ഞാൻ മനസ്സിലേക്ക് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. കാണുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് വായിക്കേണ്ടത് ഒരേ ഒരു കാർഡാണ്. ആ കാർഡിൽ എന്റെ നേരെ നോക്ക്. എനിക്ക് വിരൽ 5, 1, 2, 3, 4, 5. ശരി, 5 എന്നൊരു നമ്പറുണ്ട്. ചുവന്ന നിറമാണ്. നീ അത് സെലക്ട് ചെയ്യാൻ കാരണം നിന്റെ മനസ്സിൽ നിറയെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ 5 ആടി റൈറ്റ്.
അഞ്ചാടി ശരിയാണോ? ശരിയാ. ശരി. അഞ്ചാടി. സ്നേഹത്തിന്റെ രൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ഏവൻ. നല്ലൊരു കയ്യടി കൊടുക്കാം. പുള്ളിയുടെ മനസ്സിൽ ഞാൻ വായിച്ചെടുത്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിളിച്ചു പറയാൻ പറ്റില്ല. അതുകൊണ്ട് VBS നിന്ന് കിട്ടിയ ശ്രദ്ധിതരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയായിട്ട് പോകുവാൻ സാധിക്കട്ടെ. ഈ മാജിക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സന്ദേശം മക്കൾ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. നിങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ചെടുക്കാൻ കഴിവുള്ള വലിയ ഒരു ആളുണ്ട്. ആരാ? സ്വർഗത്തിലെ ദൈവം. ആ ദൈവത്തിന്റെ മുന്നിലാണ് നിങ്ങൾ വായിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരൻ. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു കാർഡ് വായിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഈ പ്രപഞ്ചത്തിന്റെ നമ്മുടെ സൃഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മാനസികമായ കഴിവുകളെ കുറിച്ച് ആ വലിയ സത്യത്തിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് വേദിയിൽ വന്ന 4 പേർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ സഹവികാരിയും സൺഡേ സ്കൂൾ സൂപ്രണ്ടുമായ ആദരണീയനായ റവറൻഡ് ഫാദർ ലിജു വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു. ഹാപ്പി VBS. ഹാപ്പി VBS. വന്യ വികാരിയച്ഛൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്നതായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവരും ഹാപ്പിയല്ലേ? പാട്ടുകളെല്ലാവരും പഠിച്ചോ? ഏറ്റെടുത്തുള്ള പാട്ടേതാ? ഒന്നും കേൾക്കണ്ടല്ലോ. പാട്ട് പഠിച്ചില്ലേ? അതിഷ്ടമല്ലേ? ഞാൻ ഈ വർഷത്തെ VBS കണ്ടിട്ട് ഏറ്റവും ആദ്യം പഠിച്ച പാട്ടുകളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ VBSന്റെ ആപ്തവാക്യം പോലെ തന്നെ കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലേ? ഈ 7 ദിവസവും നമുക്ക് കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് സാധിച്ചു. മുന്നോട്ടും ഈ അവധിക്കാലം കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകും. അവിടെയൊക്കെ നല്ല മാതൃകയുള്ള മക്കളായി തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഭവിക്കുന്നു. താങ്ക് യു ഫാദർ. ഇന്നമേയുടെ ട്രസ്റ്റി ശ്രീ എന്തോ തരകൻ സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ വികാരി ഗവർഗീസ് സൂപ്പർച്ചൻ, സൺഡേ സ്കൂൾ ബോർഡ് സൂപ്രണ്ട് ലിജു അച്ഛൻ, എൻ്റെ ട്രസ്റ്റി വർഗീസ് അച്ഛൻ, എൻ്റെ സൊസൈറ്റി സെക്രട്ടറി ജോസാറ്, പെരുമ്പാവൂർ അംഗങ്ങൾ, തോപ്പുപടി ഡിസ്ട്രിക്റ്റിലെ ഭാരവാഹികൾ, സ്കൂളിലെ മാതാ ജോർജ് സാറ്, VBSന്റെ ഡയറക്ടർ, സൺഡേ സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാർ, സഹപ്രവർത്തകരായ അധ്യാപകർ, പള്ളിയിലെ വിദ്യാംഗങ്ങൾ, പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 6 ദിവസത്തെ VBS നിങ്ങൾ എൻജോയ് ചെയ്തോ? ഹാപ്പി VBS. വെരി VBS. ഹാപ്പി VBS. ഓക്കെ. ഇന്നത്തെ ഈ വർഷത്തെ ചിന്താവിഷയം എന്തായിരുന്നു മക്കളെ? ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഹബക്കൂക്ക് 3:17. അതായത് മാതാവിന്റെ മധ്യസ്ഥതയാൽ കർത്താവിൽ നിങ്ങളെല്ലാവരും ആനന്ദിച്ചു അല്ലേ? എല്ലാവർക്കും ഈ 1 ദിവസം കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? VBS ഇഷ്ടപ്പെട്ടോ? അടുത്ത ആഴ്ച എന്താ നമ്മുടെ പള്ളിയിലെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് അറിയാമോ? ആശ ആഴ്ചയാണ്. ഇപ്പം വന്നിരിക്കുന്ന എല്ലാ മക്കളും അടുത്ത ആഴ്ച പള്ളിയിൽ വരണം കേട്ടോ. അതിന്റെ സൗണ്ട് കേട്ടില്ല? കേട്ടില്ലേ? എല്ലാവർക്കും VBS ഒറ്റ വാക്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു സർ. സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ ശ്രീ ജോർജ് ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. വൈദിക ശ്രേഷ്ഠൻ, സ്റ്റേഡിയം സൺഡേ സ്കൂളിലെ ഭാരവാഹികൾ, പ്രിയ രക്ഷകർത്താക്കളെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ,
കഴിഞ്ഞ 6 ദിവസം നിങ്ങൾ പാട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾ ആനന്ദിച്ചു അല്ലേ? ശരിയാണോ? എന്താണ് എന്തിനു വേണ്ടിയായിരുന്നു അത്? ഇനിയുള്ള കാലങ്ങളിൽ അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കണം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ് ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം നമ്മൾ പ്രതിജ്ഞ എടുത്തു. അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയുള്ള കാലങ്ങൾ ഇതോട് കൂടിയിട്ട് ഇതിന്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി പ്രിൻസിപ്പൽ ബോർഡ് കൺവീനർ ശ്രീ എം വി പൗലോസ് സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് ഓർമ്മ എത്രയോ കരുതിയിരിക്കുന്ന പ്രമുഖർ ഹിന്ദുക്കളെ പ്രിയാജ്ഞാമാരെ കുഞ്ഞുങ്ങളെ അനുഗ്രഹീതമായ ഈ JSPBSന്റെ പ്രകാശ ഗൗരവമായി തന്നെ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും സംസ്കൃതം നമ്മുടെ ഈ വർഷത്തെ യോഗത്തിന്റെ തുക ഈ സമയം ഇൻസ്പെക്ടറും JSPBS ഡയറക്ടറും ബഹുമാന വികാരിക്ക് കൈമാറുകയും വികാരി അത് MTSS സെക്രട്ടറിയും കൈമാറുന്നതായിരിക്കും. നമ്മുടെ ഈ വർഷത്തെ യോഗത്തിന്റെ തുക ഈ സമയം കൈമാറുന്നതായിരിക്കും. രൂപയാണ് നമ്മൾ BBSന്റെ ഡേ ഓഫ് ഗിവിംഗിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി വികാരത്തെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് FNF സെല്ലിന്റെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ബിഗ്നസ് വിഭാഗത്തിൽ നിന്നും FNF സെല്ലിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത വിദ്യാർത്ഥികളുടെ പേരുകളാണ് വായിക്കുന്നത്. അവർ വേഗം തന്നെ കടന്നു സമ്മാനം കൈപ്പറ്റാറുണ്ട്. ഐറിസ് ഐസക് ബിഗ്നർ F, ഐറിസ് ഐസക് ബിഗ്നർ F, ജോസഫ് ജോസ് ബിഗ്നർ F, ബേസിൽ എൽദോ വർഗീസ് ബിഗ്നർ F, പ്രൈസ് ഇമ്മാനുവൽ നെൽസൺ ബിഗ്നർ F, ബെൻസൺ PV ബിഗ്നർ E, ഇസ മറിയം മിനി ബിഗ്നർ E, ഇസഹ കുര്യൻ മിലൻ ബിഗ്നർ E, മരിയ എൽസ എബി ബിഗ്നർ E, എൽനൻ എൽദോയിൻ എമിനൻ ബിഗ്നർ E, ബിൽഗി മരിയ ബിഗ്നർ D, അൽഡിയ ഡിബു ബിഗ്നർ B, എൽവിൻ എബി ബിഗ്നർ B, ML ജോബി ബിഗ്നർ B, ഇവ മറിയം ബിഗ്നർ B, ഇവാനിയ അന്ന എൽദോസ് ബിഗ്നർ B, ജുവാൻ ബേസൽ പോൾ ബിഗ്നർ B, ലിയോ മനോജ് ബിഗ്നർ B, ഇവ മരിയ ബിജു ബിഗ്നർ B, എവ്ലിൻ മരിയ ബേസൽ ബിഗ്നർ C, ബിൽഗി കുര്യൻ ജോബി ബിഗ്നർ G. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി
ജോസിനെ ക്ഷണിക്കുന്നു. സബ് ജൂനിയർ വിഭാഗത്തിൽ എബിൻ എൽദോസ് സബ് ജൂനിയർ ഡി, അലീന ഫെബിൻ സബ് ജൂനിയർ എ, അലൻസ ഷാജി സബ് ജൂനിയർ എ, അൽന മരിയ സജിത് സബ് ജൂനിയർ എ, ക്രിസ്റ്റീന നിബു സബ് ജൂനിയർ എ, സേറ മറിയം സഞ്ജയ് സബ് ജൂനിയർ എ, സൂസൻ ബ്രിജിത്ത് സബ് ജൂനിയർ എ, ഇസാ മറിയ ബേസിൽ സബ് ജൂനിയർ എ, നിയ അനീഷ് പോൾ സബ് ജൂനിയർ ബി, റിയോൺ ഷിബു സബ് ജൂനിയർ ബി, ഇനിയ എൽസ ബെജിൻ സബ് ജൂനിയർ ബി, ബേസിൽ ശിവങ്കര സബ് ജൂനിയർ എഫ്, മാത്യു സുനി സബ് ജൂനിയർ എഫ്, ഇസ സൂസൻ റിന്നി സബ് ജൂനിയർ എഫ്, ജോവൽ മേരി എൽദോ സബ് ജൂനിയർ എഫ്, എൽസ റോയ് സബ് ജൂനിയർ ജി. സമ്മാനം നൽകുന്നതിനായി ശ്രീ എൻ എ ജോസ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് F&F ചലഞ്ചിന്റെ ജൂനിയറിനെയാണ്. അലീന എബ്രഹാം ജൂനിയർ എച്ച്, അൽക്ക ജെക്സൺ ജൂനിയർ എച്ച്, അനീറ്റ സാറ എൽദോ ജൂനിയർ എച്ച്, ഇവ സാറ ഷാജി ജൂനിയർ എച്ച്, ക്രിസ ഏലിയാസ് ജൂനിയർ എച്ച്, ഇഷ സുനി ജൂനിയർ എച്ച്, ബേസിൽ എൽദോ ജൂനിയർ എ, ദിയ വിജിൻ ജൂനിയർ എ, ഇവാൻസ് ഇഗ്നേഷ്യസ് ജൂനിയർ എ, ജോഹാൻ ഗിവിസ് ജൂനിയർ എ, ഇവാൻ ബേസിൽ ഡെന്നി ജൂനിയർ എ, അമയ ജിമോൻ ജൂനിയർ ഇ, ഏലിയാസ് സജി ജൂനിയർ ഇ, ജോവാന ഏലിയാസ് ജൂനിയർ ഇ, സെറ അന്ന ബിജോയ് ജൂനിയർ എഫ്, ഏഞ്ചൽ ബൈജു ജൂനിയർ എഫ്, അക്സാമോൾ ജൂനിയർ എഫ്, ഹന്ന മറിയം ജിൻസി ജൂനിയർ ജി, അലീസ രാജു ജൂനിയർ ബി, ആൻ സൂസൻ ബിജു ജൂനിയർ ബി, ജോൽ വിൽസൺ ജൂനിയർ ബി. സീനിയർ വിഭാഗത്തിന്റെ സമ്മാനം നൽകുന്നതിനായി അഡ്വക്കേറ്റ് ജോബി മാത്യു സാറിനെ ക്ഷണിക്കുന്നു. സീനിയർ വിഭാഗത്തിൽ F&F ചലഞ്ച് അറിയുന്ന ആഷിക എബ്രഹാം ജൂനിയർ സീനിയർ എ, അലോണ സലോമോൻ സീനിയർ എ, ഡോൺ എൽസ ജെന്നി സീനിയർ എ, ജിസ്ന മറിയം സജി സീനിയർ എ, അൽബിയ ബേബി സീനിയർ ബി, ആൻ മരിയ സിബി സീനിയർ ബി. ഹലോ, സമ്മാനം നൽകുന്നതിനായി PP വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത സമ്മാനം ആക്ഷൻ സോങ്ങിന് ബിഗിനർ ജി ഫസ്റ്റ്, ബിഗിനർ ഡി സെക്കൻഡ്. ബിഗ്നർ ജിയിലെ അധ്യാപകർ ശരിയിലേക്ക് വരിക. ബിഗ്നർ ജിക്കാണ് ഫസ്റ്റ്. ബിഗ്നർ ജി ആക്ഷൻ സോങ് വിഭാഗത്തിൽ ഫസ്റ്റ്. ആക്ഷൻ സോങ് ബിഗ്നർ ഡി ഡിവിഷനാണ് സെക്കൻഡ്. ബിഗ്നർ ഡി. അടുത്തതായി സബ് ജൂനിയർ വിഭാഗത്തിൽ ഡാൻസിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സബ് ജൂനിയർ സി ഡിവിഷൻ. സബ് ജൂനിയർ സി. സബ് ജൂനിയറിലെ സിയിലെ അധ്യാപകർ കടന്നു വരിക. സബ് ജൂനിയർ സിയിലെ അധ്യാപകർ ലൈൻ കടന്നു വരിക. സബ് ജൂനിയർ വിഭാഗം ഡാൻസിന് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് സബ് ജൂനിയർ ഇ ഡിവിഷൻ. സമ്മാനം നൽകുന്നതിനായി LB സാറിനെ ക്ഷണിക്കുന്നു.
അടുത്തതായി ജൂനിയർ വിഭാഗത്തിൽ ഡാൻസിന് സെക്കൻഡ് നേടിയിരിക്കുന്നത് ജൂനിയർ ജി ഡിവിഷൻ. ജൂനിയർ ജി ഡിവിഷൻ. ജൂനിയർ ജിയിലെ അധ്യാപകർ കടന്നു വരിക. ജൂനിയർ ജിയിലെ അധ്യാപകർ. ജൂനിയർ വിഭാഗം ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് ജൂനിയർ എ ഡിവിഷൻ. ജൂനിയർ എയുടെ അധ്യാപകർ കടന്നു വരിക. അടുത്തതായി സീനിയർ വിഭാഗത്തിന് സെക്കൻഡ് ഇട്ടിരിക്കുന്നത് സീനിയർ എ ഡിവിഷൻ. സീനിയർ എയിലെ അധ്യാപകർ കടന്നു വരും. സീനിയർ വിഭാഗം ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് സീനിയർ ബി ഡിവിഷൻ. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി ശ്രീ എൽദോ പെരകൻ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് സീനിയേഴ്സിന് വേണ്ടി നടത്തിയ ട്രഷർ ഹണ്ടിന്റെ സമ്മാനങ്ങളാണ് അറിയിക്കുന്നത്. സീനിയർ 2 ക്ലാസ് 4 വിഭാഗങ്ങളായിട്ട് നടത്തിയത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ടീം ബിക്കാണ്. നേഹ ബേസിലെ ടീം ബി. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നേഹ ബേസിലെ ടീം ബി. സെക്കൻഡ് ഇട്ടിരിക്കുന്നത് അലോണ ഐ ജി പോളിന്റെ ടീം സിക്കാണ് ഇട്ടിരിക്കുന്നത്. ട്രഷർ ഹണ്ടിൽ തന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് ടീം എയിലെ ഹന്ന ബെന്നിയുടെ ടീമും ടീം ഡിയിലെ അന്ന ബെന്നിയുടെ ടീമും ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. ടീം എയിലെ ഹന്ന ബെന്നിയുടെ ടീമും ടീം ഡിയിലെ അന്ന ബെന്നിയുടെ ടീമും പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. അടുത്തതായിട്ട് ജൂനിയർ വിഭാഗത്തിൽ നടത്തിയ ആർമർ ഓഫ് ഗോൾഡ് മത്സരത്തിലെ വിജയികളാണ്. സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ജൂനിയർ എച്ച് ഡിവിഷൻ. ജൂനിയർ എച്ച് ടീച്ചേഴ്സ് കടന്നു വരുന്നതാണ്. ആർമർ ഓഫ് ഗോൾഡിലെ ജൂനിയർ എച്ച് ഡിവിഷനാണ് സെക്കൻഡ് ഇട്ടിരിക്കുന്നത്. ആർമർ ഓഫ് ഗോൾഡിലെ ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് ജൂനിയർ എഫ്. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി ഇടവകയുടെ ട്രസ്റ്റി ശ്രീ വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. ഡേ ഓഫ് ഗെയിമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ് ആദ്യം കൊടുക്കുന്നത്. ആദ്യം ബിഗിനേഴ്സ് ഗ്രൂപ്പിൽ നിന്നും ബിഗിനർ എഫിലെ സെറാഫിബിൻ. ബിഗിനർ എഫിലെ സെറാഫിബിൻ. സബ് ജൂനിയർ എച്ചിലെ ലയ മരിയ ജിനു. സബ് ജൂനിയർ എച്ചിലെ ലയ മരിയ ജിനു. ജൂനിയർ വിഭാഗത്തിൽ നിന്നും ജൂനിയർ ഇ നഥാനിയ മനോജ്. ജൂനിയർ ഇയിലെ നഥാനിയ മനോജ്. വിദ്യാർത്ഥി വന്നിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിലെ അധ്യാപകർ ഒന്ന് പേടിക്കുന്നതാണ്. സീനിയർ ക്ലാസ്സിൽ എ ഡിവിഷനിലെ ഏബേൽ ഡാനിയൽ. സീനിയർ എയിലെ ഏബേൽ ഡാനിയൽ. ഡേ ഓഫ് ഗിവിംഗിലെ ക്ലാസ് ബേസിൽ
ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്യാഷ് കളക്ട് ചെയ്ത ക്ലാസ്സുകൾക്കുള്ള സമ്മാനമാണ് ആദ്യം നൽകുന്നത്. ആദ്യം സെക്കൻഡ് പ്രൈസാണ് വിളിക്കുന്നത്. ബിഗിനേഴ്സ് ജി ഗ്രൂപ്പിലെ ക്ലാസ് ടീച്ചർ വന്ന് സമ്മാനം മേടിക്കുക. ബിഗിനേഴ്സ് ഗ്രൂപ്പിലെ ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ബിഗിനേഴ്സ് എഫ്. സബ് ജൂനിയർ വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് സബ് ജൂനിയർ എച്ച്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സബ് ജൂനിയർ എ. സബ് ജൂനിയർ എ. ജൂനിയർ വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ജൂനിയർ ഐ. ജൂനിയർ വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ജൂനിയർ ഐ. ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ജൂനിയർ എ. ജൂനിയർ എ. സീനിയേഴ്സ് വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സീനിയേഴ്സ് ബി. സീനിയേഴ്സ് വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് സീനിയേഴ്സ് ബി. സീനിയേഴ്സ് വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സീനിയേഴ്സ് എ. ഈ 2025 വർഷത്തിലെ ഏറ്റവും മികച്ച ക്ലാസുകൾക്കുള്ള സമ്മാനമാണ് നൽകുന്നത്. ഓരോ ഭാഗത്തു നിന്നും ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. ആദ്യ ബിഗിനേഴ്സിലെ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബെസ്റ്റ് ക്ലാസ്സുകളുള്ള സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബിഗിനേഴ്സ് സി. സെക്കൻഡ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബിഗിനേഴ്സ് ഡി. ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ബിഗിനേഴ്സ് ഡി. ഡിയിലെ ക്ലാസ് ടീച്ചേഴ്സ് ബിഗിനേഴ്സ് ഡി. സബ് ജൂനിയർ വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് സബ് ജൂനിയർ ഇ. ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സബ് ജൂനിയർ ബി. സബ് ജൂനിയർ ഡി. ABCD. ജൂനിയർ ഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ജൂനിയർ സി. ജൂനിയർ ഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ജൂനിയർ സി. ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജൂനിയർ എ. ജൂനിയർ ഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജൂനിയർ എ. സീനിയേഴ്സ് വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് സീനിയർ ബി. സീനിയർ വിഭാഗത്തിൽ സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് സീനിയർ ബി. സീനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സീനിയർ എ.
നമ്മുടെ ഈ ഒരാഴ്ചക്കാലം നമ്മുടെ സൺഡേ സ്കൂളിലെ നമ്മുടെ VBS ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ നന്നായിരിക്കുകയും ഈ VBS ഇത്രയും മനോഹരമാക്കിയ നമ്മുടെ ക്ലാസ് അധ്യാപകരിൽ നിന്നും ലക്കി ഒരു അധ്യാപകൻ ഒരു അധ്യാപികയെ നമ്മൾ എടുക്കുകയാണ്. ആദ്യം അധ്യാപികമാരുടെ ലക്കി ഡ്രോയാണ് നടത്തുന്നത്. അതിനുവേണ്ടി എത്രയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത് ബിൽസ മത്തായ. ടീച്ചറിൻ്റെ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ആപ്ഷൻ ഓർമ്മയോടെ എടുക്കുന്നത്. ഒരു ദിവസം വരാത്തതുകൊണ്ട് ഒരു സമ്മാനം പോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥികൾ എത്ര പേർക്കാണെങ്കിൽ ഇതൊരു സമ്മാനം പോയതല്ലേ? വീണ്ടും റീലോഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന മെർലിൻ PS, MGM പ്രളയക്കാട്. അധ്യാപകരുടെ എൽഡിൻ എൽദോസ്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാന ഗിഫ്റ്റ് ടീച്ചറിന് ലഭിച്ചിരിക്കുന്നത് 2000 രൂപ വില വരുന്ന ഒരു പട്ടുസാരിയാണ്. സാറിന് ലഭിച്ചിരിക്കുന്നത് നല്ല സ്വർണ്ണക്കരയുള്ള തത്തിൻ്റെ ഏകദേശം സെയിം എമൗണ്ടുള്ള വെള്ളമുണ്ടാണ്. രണ്ടുപേരും നല്ല സുന്ദരിയായിട്ട് അതെല്ലാം കൊണ്ട് ഉണ്ടെങ്കിൽ താങ്ക് യു. താങ്ക് യു സർ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കുറുപ്പുടി ഡിസ്ട്രിക്ട് ജോയിന്റ് സെക്രട്ടറി ശ്രീ ഐസക് PM സാറിനെ ക്ഷണിക്കുന്നു. പ്ലീസ് ഇവിടെ ഇരുന്ന് ഇവിടുന്ന് അനൗൺസ് ചെയ്യാതെ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. ദൈവത്തിനാമത്തിന് ഓർമ്മയുണ്ടാകട്ടെ. അന്യനിക്ഷിപ്തമായ രീതിയിലാണ് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. സെൻറ് മേരീസ് കത്തീഡ്രൽ വികാരിയും സൺഡേ സ്കൂൾ ബോർഡിൻ്റെ പ്രസിഡന്റുമായ വന്ധ്യ വർഗീസ് കുറ്റാനിൽ ഫോറസ്റ്റ് ബിക്കോബ അച്ഛൻ ഒരു മുൻ അധ്യാപകൻ എന്ന നിലയിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തോട് താല്പര്യവും സ്നേഹവും കരുതലുമുള്ള പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അച്ഛൻ്റെ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ഭാവത്തെ തുല്യമാണ്. ഇവിടെ സൈന്യം മുന്നോട്ട് നയിക്കുന്നതിന് അന്യ കോർപ്പിക്കൊപ്പ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതം ദൈവം കൊടുത്ത കരുണയാണ്. ഡിസ്ട്രിക്റ്റിൻ്റെ ഏതൊരാവശ്യത്തിലും അച്ഛനെ സമീപിച്ചാൽ വളരെ താല്പര്യത്തോടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ചെയ്തു തരുന്ന അച്ഛനോട് ഡിസ്ട്രിക്റ്റിൻ്റെ നന്ദിയും സ്നേഹവും കത്രീൻ്റെ സഹവികാരിയും സൺഡേ സ്കൂൾ ബോർഡിൻ്റെ ജനറൽ കൺവീനറുമായ ലിജോ വർഗീസ് കുറ്റിക്കൽ അച്ഛൻ സൺഡേ സ്കൂൾ ബോർഡിൻ്റെ ചാർജ് എടുത്ത ശേഷം എല്ലാ സൺഡേ സ്കൂൾ സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന അച്ഛനോടുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
MJSSയുടെ സെക്രട്ടറിയും VBSന്റെ ഇൻചാർജുമായ NA ജോസഫ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെയും വളരെയധികം സ്നേഹത്തോട് കരുതുന്ന സാറിനോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയുന്നു. സോൺ ഡയറക്ടർ ജോബി മാത്യു സാർ. ജോബി സാറ് സൺഡേ സ്കൂൾ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ കുട്ടികളുടെ സൺഡേ സ്കൂൾ പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാകായിക രംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. ഡിസ്ട്രിക്റ്റിന്റെ ഏത് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് സാറിനെ സമീപിച്ചാൽ വളരെ താല്പര്യത്തോടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്ന ജോബി സാറ് ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആത്മജീവൻ എഡിറ്റർ LB സാർ. സൺഡേ സ്കൂളിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ഏത് കാര്യങ്ങളും വളരെ താല്പര്യത്തോടെ വേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന LB സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സോൺ ഭാരവാഹികളായ ബെനി വർഗീസ് സാർ, മാണി സാർ എന്നിവരോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഖത്തറിന്റെ ട്രസ്റ്റിമാരായ KK വർഗീസേട്ടൻ, എന്തോസ് തരയൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഡിസ്ട്രിക്റ്റിന്റെ ഏതൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചാൽ വളരെ താല്പര്യത്തോടെ കാര്യങ്ങൾ ചെയ്തു വരുന്ന ട്രസ്റ്റിമാരോടും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സൺഡേ സ്കൂൾ ബോർഡ് കൺവീനർ പൗലോസേടൻ, ബോർഡ് ഭാരവാഹികൾ VBSന്റെ എല്ലാ ദിവസവും വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു വരികയും ചെയ്യുന്ന ബോർഡ് അംഗങ്ങളോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ PK യോഗനാഥ് സാർ. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ വളരെയധികം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സാർ പ്രായത്തെ വകവയ്ക്കാതെ ഒരു ചെറുപ്പക്കാരനെ പോലെ കാര്യങ്ങൾ അന്വേഷിച്ച് ഓടി നടന്ന് ചെയ്യുന്ന സാറിനോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. VBS ഡയറക്ടർ PP വർഗീസ് സാർ. 2 വർഷക്കാലമായിട്ട് VBSന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന സാറിനോട് സാറിന്റെ മേൽനോട്ടത്തിൽ അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. മുൻ സ്കൂൾ അധ്യാപകനായിരുന്ന സാർ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കുട്ടികളുടെ വാത്സല്യവും പ്രീതിയും നേടിയെടുത്ത സാറിനോട് ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് സാർ. VBS നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുള്ള സ്കൂൾ മാനേജറോട് ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സെന്റ് മേരീസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ അച്ഛനോടും സ്റ്റാഫ് അംഗങ്ങളോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരോടും അധ്യാപകരോടുമുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. JSVBSന്റെ ആവേശവും ഊർജവുമായ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അവരാണ് VBS വളരെ മനോഹരമായി നടത്തുന്നതിന് സഹായിച്ച എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗാനപരിശീലനത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകരെയും ക്ലാസ് എടുത്ത അധ്യാപകരെയും ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഭക്ഷണം പാകം ചെയ്ത പീറ്റർ ചേട്ടനോടും സഹായിച്ചവരോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഭക്ഷണം കൃത്യസമയത്ത് ക്രമീകരിച്ച തന്ന അതിന്റെ ചുമതലക്കാരായ അധ്യാപകരോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച അതിന്റെ ചുമതലക്കാരനായ MGM സൺഡേ സ്കൂൾ കുട്ടിയുടെ ഹെഡ് മാസ്റ്റർ സണ്ണി സാറിനോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. JSVBSന്റെ 6 ദിവസം കുട്ടികളെ രാവിലെയും വൈകിട്ടുമായി കൊണ്ടുവിടുന്ന ഡ്രൈവേഴ്സിനോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. JSVBSലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച മാതാപിതാക്കളോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. 2021 VBS വൻ വിജയമാക്കി തീർത്ത എല്ലാ കുട്ടികളോടുള്ള ഡിസ്ട്രിക്റ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആരോടെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ഡിസ്ട്രിക്റ്റിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കും. ഇനി നിങ്ങൾക്ക് അനുസരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിവേഗത്തിൽ പറയും. 1 മിനിറ്റ് കൊണ്ട് പറയും. പറഞ്ഞു തീരുമ്പോൾ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ആരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി നടക്കരുത്. നല്ല കുട്ടികളാണ്. 2020 VBSന്റെ
സമാപനത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകളാണ്. ശ്രദ്ധിക്കുക, 2-3 പേരുകൾ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. പള്ളിയുമായിട്ടുള്ള വലിയ ആത്മബന്ധം ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശേഷാൽ ഈ ക്യാമ്പിന് എല്ലാ സപ്പോർട്ടും തന്ന പള്ളി ഭരണസമിതി, വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടെ എല്ലാവർക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ചേർന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാൻ കുറേ ദിവസങ്ങളായി നിരീക്ഷിക്കുന്നുണ്ട്. റോണി TV അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ, ചേർന്ന് നിൽക്കുന്ന അമൽ വറീ സാറ്, പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി 24 hours എഫേർട്ട് എടുക്കുന്ന സാബു സാറ്, ഒപ്പം പുൽക്കാട്ടിലെ കുര്യാക്കോ സാറ്, പിന്നെ ബിജു സാർ. ഈ പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തീർച്ചയായും ഇവരുടെ പേരുകൾ ഓർത്ത് ഇന്ന് പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. നിങ്ങൾക്കുള്ള നിർദ്ദേശം തുടർന്ന് ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പ്ലേറ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. കൃത്യമായിട്ട് ഇതുവരെ ചെയ്തതുപോലെ കൃത്യമായിട്ട് വാഷ് ചെയ്ത് അവിടെ നിക്ഷേപിക്കുക. അതിനുശേഷം മാത്രമേ ക്ലാസ്സുകളിലേക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ, ലഡു, അതുപോലെ മധുരം എന്താണെങ്കിലും അത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഭക്ഷണം ഊണ് കഴിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്ക് പോവുക. ഏറ്റവും മുൻനിരയിലുള്ള കുട്ടികൾ മാത്രം എഴുന്നേൽക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് അറിയിക്കുന്നതനുസരിച്ച് മാത്രം പോവുക. സ്തോത്രം സ്തോത്രം കർത്താവേ, അനവധിയായി സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം വന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും പറഞ്ഞ സമയത്തും ദൈവനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നമ്മുടെ എല്ലാവരുടെ മേലും ദൈവമേ, പ്രത്യേകിച്ച് ഈ VBSൽ പങ്കെടുത്ത എല്ലാ അധ്യാപകരോടും ഇത് നേതൃത്വമൊത്ത എല്ലാവരോടും ഇത് സംബന്ധിക്കുന്ന എല്ലാ മക്കളോടും കൂടെ എന്ന് വന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.